ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തിവരുന്നത് അതിരുവിട്ട മുസ്ലിം പ്രീണനമാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പ്രസ്താവനകളുടെ തുടർച്ചയെന്നോണം SNDP മുഖമാസികയായ യോഗനാഥിന്റെ എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ കടുത്ത വിമർശനം വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന പിന്നോക്ക പട്ടികവർഗ വിഭാഗം സമൂഹത്തിന്റെ വിശ്വാസം CPM-ഉം CPI-യും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും മടിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. തന്നെ ക്രൂശിക്കാൻ വരുന്നവർ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം എങ്ങനെയെന്ന് കാണണം. ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെ കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റിലേക്ക് LDF-ഉം UDF-ഉം 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണെന്നും ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ചു ചിന്തിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് ധൈര്യമില്ലെന്നുമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. തനിക്കെതിരെ കേസ് എടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ സൗമ്യ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റു മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി ലേഖനം അവസാനിപ്പിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യസഭാ സീറ്റ് നൽകിയതടക്കമുള്ള നയങ്ങളുമായി CPM-ഉം LDF-ഉം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിടുമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ടാകും, ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിന്നോക്ക വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് വിലപിക്കുകയാണ് CPM. അതിനിടയിലാണ് രാജ്യസഭാ സീറ്റ് നിർണയത്തിലെ അവഗണന. CPI-യുടെ സീറ്റ് മുസ്ലിമിനും CPM-ന്റേത് ക്രൈസ്തവനും വിളമ്പി UDF പതിവ് പോലെ ലീഗിന് സമർപ്പിച്ചു. 2 മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്കു പുറത്തായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം സംഘടനകൾ തനിക്ക് വർഗീയ പട്ടം ചാർത്തുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നുപറച്ചിൽ. പ്രസ്താവന ചർച്ചയായതോടെ അദ്ദേഹത്തെ അവഹേളിച്ച് ജമായത്ത് കൗൺസിൽ രംഗത്തെത്തിയിരുന്നു. ഈഴവ സമൂഹത്തിന്റെ വോട്ട് BJPക്ക് കൂടുതലായി ലഭിച്ചു എന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് വെള്ളാപ്പള്ളി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിഞ്ഞതെന്ന് അവർ പരിഹസിച്ചു. കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർത്താണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം. മതസൗഹൃദം തകർത്ത് തനിക്കും കുടുംബത്തിനും നേട്ടമുണ്ടാക്കാമെന്ന മോഹം ഇവിടെ വില പോകില്ലെന്നായിരുന്നു പരിഹാസം. എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾക്കാണ് വഴിതിരിച്ചിരിക്കുന്നത്.